ഹരേ കൃഷ്ണ. കൃഷ്ണാവബോധത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം എന്താണ് ഭക്തി, അല്ലേ എന്തിനാണ് ഭക്തി പരിശീലിക്കുന്നത്, എന്താണ് ഭക്തിയുടെ അടിസ്ഥാനം എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഭക്തി എന്ന് പറയുന്നത്? ഞാൻ വലിയൊരു ഭക്തയാണ് അല്ലെങ്കിൽ ഞാനൊരു ഭക്തനാണ് എന്ന് നാലാളെ അറിയിക്കുന്നതോ, അല്ലെങ്കിൽ എന്നും അമ്പലത്തിൽ പോകുന്നതോ, വലിയ യാഗങ്ങൾ ചെയ്യുന്നതോ, എന്നും പൂജ കഴിക്കുന്നതോ ഇതാണോ ഭക്തി? ഒരിക്കലുമല്ല. എന്താണ് ഭക്തി? ഞാൻ ഈ കാണുന്ന ശരീരമല്ലെന്നും ഞാൻ ആത്മാവാണെന്നും ഇപ്പം ഞാൻ ഇവിടെ ഒരു ഇല്യൂഷനിലാണെന്നും, ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു മായയിലാണെന്നും, ഞാൻ എൻ്റെ കർമ്മത്താൽ ബന്ധപ്പെട്ടിരിക്കുകയാണെന്നും, അപ്പോൾ ഈ കർമ്മത്തെ എങ്ങനെ ഇല്ലാതാക്കാം? അപ്പം ഞാൻ എൻ്റെ കർമ്മത്തെ കൃഷ്ണനാമജപത്തിലൂടെ, കൃഷ്ണൻ്റെ സേവനത്തിലൂടെ ഈ കർമ്മത്തെ ഇല്ലാതാക്കി ഞാൻ കൃഷ്ണൻ്റെ ലോകത്തിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളതാണ് ഭക്തി. ഈ ഒരു ബോധമാണ് ഭക്തി എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റും ഉള്ളതെല്ലാം നമ്മുടെ കർമ്മത്താൽ വന്നിട്ടുള്ള ബന്ധനങ്ങളാണെന്നും, അപ്പോൾ എൻ്റെ ഈ ജന്മ ഉദ്ദേശമെന്ന് പറയുന്നത് ഞാൻ ഭക്തി പരിശീലിച്ചുകൊണ്ട് കൃഷ്ണൻ്റെ ലോകത്തിലേക്ക്, ഭഗവാന്റെ ആ ഒരു ഇനി ഇവിടെയും വന്ന് വീണ്ടും ജനന മരണ ചക്രത്തിലൂടെ കറങ്ങി ഈ ദുഃഖത്താൽ വീണ്ടും ഉഴലാതെ, അപ്പോൾ ഈ ഒരു ജനന മരണ ചക്രത്തെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ഉപാധിയാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഭക്തി എന്ന് പറയുന്നത് ഏറ്റവും സിംപിളസ്റ്റാണ്, അതായത് മനസ്സിലാക്കാൻ ടഫുമാണ്, എന്നാൽ അത് വളരെ സിംപിളസ്റ്റ് ഫോമുമാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഭക്തരാണെന്ന് അല്ലെങ്കിൽ ഭക്തയാണെന്ന് ആരെങ്കിലും ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യകതയുമില്ല. അതറിയേണ്ടത് ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, ഭഗവാൻ, സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നോട്ടം നമ്മളിലേക്ക് എത്താൻ വേണ്ടി മാത്രം നമ്മൾ പരിശ്രമം ചെയ്താൽ മതി. അതിന് നമ്മൾ എന്താണ് പരിശ്രമിക്കേണ്ടത്? നമ്മൾ അദ്ദേഹത്തിൻ്റെ നാമം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള ഇദ്ദേഹത്തിൻ്റെ ആ നാമം നമ്മൾ ജപിക്കുക. ഇത് മാത്രമാണ് നമ്മൾ ഭക്തി പരിശീലിക്കാനുള്ള ഏക വഴി.